നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കുട്ടത്തിൽ MLA കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് CPM-ന്റെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും അരങ്ങേറിയത്. നമുക്കറിയാം, ഈ ആദ്യ പരാതി വന്ന സമയത്ത് തന്നെ MLA ഓഫീസിൽ പ്രവേശിപ്പിക്കില്ല, MLA എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികൾ ഉയർത്തി DYFI അതുപോലെ തന്നെ BJP ഒക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രത്യേകിച്ച് ബാനറൊക്കെ ഉയർത്തി രാഹുൽ MLA-ക്കെതിരെ ബാനർ ഉയർത്തി കോഴി എന്ന പ്രതീകാത്മകമെന്നുള്ള അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അരങ്ങേറിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസവും സമാനമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. ഒളിവിൽ നിന്ന് പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ കോഴിയുടെ സ്റ്റിക്കർ പതിപ്പിച്ച് CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. മാത്രമല്ല, വോട്ട് ചെയ്യാനെത്തിയപ്പോൾ പ്രവർത്തകർ വലിയ രീതിയിലുള്ള കൂക്കി വിളിക്കലുണ്ടായിരുന്നു. കൂകിയാണ് CPM MLA വരവേറ്റത്. പക്ഷേ കോൺഗ്രസ് ബൊക്ക നൽകിയാണ് MLA വരവേറ്റത്. പക്ഷേ ബൊക്ക സ്വീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല. MLA-ക്ക് ഊഷ്മള സ്വീകരണം നൽകാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്ക നൽകി രാഹുലിനെ സ്വീകരിച്ചു. മറുവശത്ത് കൂകി വിളിയും കോഴിയുടെ സ്റ്റിക്കർ പതിപ്പിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഒരു വശത്ത് പ്രതിഷേധം, ഒരു വശത്ത് സ്വീകരണം. ഇത്തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം അരങ്ങേറിയ നാടകീയ സംഭവ വികാസങ്ങൾ. പാർട്ടി നടപടിയെടുത്തെങ്കിലും താഴെത്തട്ടിൽ ഇപ്പോഴും രാഹുൽ അനുകൂലികൾ ഉണ്ട് എന്നാണ് ഈ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുകഞ്ഞുകൊള്ളി പുറത്തേക്കെന്ന് നേതാക്കന്മാർ പറയുമ്പോഴും രാഹുലിനെ സ്നേഹിക്കുന്നവർ ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, എന്നിട്ടും രാഹുലിനെ സ്നേഹിക്കുന്നവർ ഉണ്ട് എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി കഴിഞ്ഞ ദിവസത്തെ ബൊക്കെ സ്വീകരണം അതിനുദാഹരണമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വളരെ ചിരിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ചിരിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ചായ കുടിക്കുന്നുണ്ടായിരുന്നു. വോട്ട് ചെയ്ത് ശേഷം ചായ കുടിക്കുന്നു. ഈ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ചിരി പോലീസിന് നേരെയുള്ള പരിഹാസ ചിരിയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ നിലവിൽ ശക്തമാവുകയാണ്. നമുക്കറിയാം, ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അതായത് മുൻകൂർ ജാമ്യം നൽകിയ ഒരു സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് വരുന്നു. അപ്പോൾ ഇത്രയും കാലം അവിടെ കർണാടകയിൽ പോകുന്നു, കോയമ്പത്തൂർ പോകുന്നു, ബാംഗ്ലൂർ പോകുന്നു അന്വേഷണ സംഘം. അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. മനഃപൂർവ്വം കണ്ടെത്താത്തതാണോ അതോ കണ്ടെത്താൻ സാധിക്കാത്തതാണോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ നിലവിൽ ഉയരുന്നുണ്ട്. എന്തായാലും നീണ്ട 14 ദിവസത്തോളം പോലീസ് അന്വേഷിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് 15ാമത്തെ ദിവസം പോലീസിന് മുന്നിലൂടെ ഈ ഒരു ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വൈകിട്ട് 4:55 രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ബൂത്തിലേക്ക് എത്തിയത്. MLA എത്തിയതോടെ വോട്ടിംഗ് കേന്ദ്രത്തിന് മുന്നിൽ CPM BJP പ്രവർത്തകർ പ്രതിഷേധവുമായി തടിച്ചുകൂടി. പ്രതിഷേധങ്ങളും കൂവലും വകവയ്ക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബൂത്ത് നമ്പർ 2-ൽ വോട്ട് ചെയ്ത് മടങ്ങിയത്. തനിക്കെതിരെ പറഞ്ഞതും തനിക്ക് അനുകൂലമായി പറഞ്ഞതും കോടതിയുടെ മുമ്പാകെയുണ്ട് എന്നും കോടതി തീരുമാനിക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞു. എന്നാൽ ഒളിവിൽ പോയത് സംബന്ധിച്ച ചോദ്യത്തോട് മറുപടി പറയാൻ തയ്യാറായില്ല. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുലിന്റെ പ്രതികരണം. ഇതിനപ്പുറം ഒന്നും പറയാൻ തൽക്കാലം ഉദ്ദേശമില്ല. പാലക്കാട്ട് തന്നെ ഉണ്ടാകുമെന്നും വരും ദിവസങ്ങളിൽ അത് മനസ്സിലാകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു. പ്രതിഷേധത്തിനിടെ വോട്ട് ചെയ്തു മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലെ ഔദ്യോഗിക വാഹനം നേരെ പോയത് പാലക്കാട്ടെ മലബാർ ആശുപത്രിയുടെ ക്യാൻറ്റീനിലേക്കായിരുന്നു. ഇവിടെ നിന്ന് ചായ കുടിക്കുന്നതിനിടെയാണ് മാധ്യമങ്ങളോട് രാഹുൽ പ്രതികരിച്ചത്. അതായത് സത്യം ജയിക്കും എന്നാണ് വിശ്വാസം, ബാക്കിയെല്ലാം പിന്നെ പറയാം. തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി കോടതിയാണ് തീർപ്പുണ്ടാക്കേണ്ടത്. സത്യം ജയിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നു, ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിനപ്പുറം ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എൻ്റെ അടുത്ത് നിന്ന് കിട്ടത്തില്ല. എൻ്റെ പ്രതികരണം ഇവിടെ അവസാനിച്ചു, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ തന്നെ ഉണ്ടാകും. തൽക്കാലം ഒരു ചായ കുടിക്കണം, മൈക്കൊന്ന് മാറ്റിയാൽ ചായ കുടിക്കാം എന്നായിരുന്നു രാഹുലിൻ്റെ പ്രതികരണം. ചായ കുടിച്ചതിന് ശേഷം രാഹുൽ നേരെ പോയത് MLA ഓഫീസിലേക്ക്. ഓഫീസിന് സമീപമുള്ള വീട്ടിൽ കയറി വീട്ടുകാരോട് സംസാരിച്ച ശേഷമാണ് രാഹുൽ ഓഫീസിനുള്ളിലേക്ക് കയറിയത്. ഞാൻ പറഞ്ഞല്ലോ, ഇനിയൊന്നും സംസാരിക്കാനില്ല എന്നായിരുന്നു ഓഫീസിലെത്തിയ മാധ്യമങ്ങളോട് രാഹുലിൻ്റെ പ്രതികരണം. പാർട്ടി നടപടിയെക്കുറിച്ച് അദ്ദേഹം ഒരു വാക്ക് പോലും കഴിഞ്ഞ ദിവസം മിണ്ടിയിട്ടില്ല. അതായത് മറ്റു കാര്യങ്ങളൊക്കെ, കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതികരിക്കാതിരിക്കാം, കാരണം അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ളതാണ്, കോടതി വിഷയത്തിലിരിക്കുന്നതാണ്. പക്ഷേ പാർട്ടി ഇത്രയും വലിയ ആരോപണം വന്നപ്പോൾ തന്നെ പുറത്താക്കി ആ വിഷയത്തിൽ വേണമെങ്കിൽ രാഹുലിന് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ രാഹുൽ ആ വിഷയത്തിൽ ഒരക്ഷരം പോലും കഴിഞ്ഞ ദിവസം ഉരിയാടിയിട്ടില്ല. വരും ദിവസങ്ങളിലും പെട്ടെന്ന് തന്നെ പ്രതികരണം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എന്താണ് പ്രതികരണം, അത് കേരളം ഉറ്റുനോക്കുന്നുണ്ട്. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ കുന്നത്തൂർ മേട് നോർത്ത് വാർഡ് ബൂത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ MLA
പൊങ്ങി വന്നത്. എന്തായാലും തനിക്ക് പരിചയമുള്ള വീടുകളിലേക്കൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്, പരിചയക്കാരുമായി അദ്ദേഹം സൗഹൃദം പുതുക്കുന്നുണ്ട്. താൻ തീർച്ചയായിട്ടും MLA ആയിട്ട് ഈ പാലക്കാട് തുടരും, തൻ്റെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, അത് വരും ദിവസങ്ങൾ കാണാം എന്നും രാഹുൽ മങ്കുടത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം, ഉപാധികളോടെയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തോട് സഹകരിക്കണം, അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോഴുള്ള തിങ്കളാഴ്ച ഒപ്പിടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയാണ് രാഹുലിന് ഉപാധികളോട് ജാമ്യം നൽകിയത്. അപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു, ഇത്തരത്തിൽ ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ രാഹുൽ ഇനി ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് മറനീക്കി പുറത്തേക്ക് വരുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും ആ ഒരു വിശേഷ ദിവസം, അതായത് വോട്ട് ഇടേണ്ട ദിവസം തന്നെ ആ ഒരു ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മങ്കുടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇക്ബാലും ഉണ്ടായിരുന്നു. പാലക്കാട് MLAക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ഇക്ബാലിന്റെ പ്രതികരണം. രാഹുൽ മങ്കുടത്തിനെതിരെ CPM BJP പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം, നമുക്കറിയാം ആദ്യ സംഭവം വന്നപ്പോൾ തന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് DYFI പ്രതിഷേധിച്ചത് കോളാമ്പി വെച്ച്, അതായത് ആദ്യ പീഡന പരാതി ഉയർന്നു വന്നതിന് പിന്നാലെ മണ്ഡലത്തിൽ സജീവമാകാൻ ശ്രമിച്ച രാഹുൽ മങ്കുടത്തിനെതിരെ പ്രതിഷേധവുമായി വന്ന DYFI കോളാമ്പിയിലൂടെ രാഹുൽ MLA വന്നിട്ടുണ്ട്, പെൺകുട്ടികൾ സൂക്ഷിക്കുക എന്നതടക്കമുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയതാണ്. കഴിഞ്ഞ ദിവസം സമാനമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രതിഷേധ സൂചകമായി പ്രവർത്തകർ പൂവൻ കോഴിയുടെ ചിത്രമാണ് ഉയർത്തിക്കാട്ടിയത്. വോട്ട് രേഖപ്പെടുത്തി രാഹുൽ മടങ്ങുമ്പോൾ വാഹനം തടയാനും പ്രതിഷേധക്കാർ ശ്രമിച്ചു. പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. എവിടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വൈകിട്ട് വരെ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ആർക്കും അറിയില്ല. 15 മിനിറ്റ് മുൻപായിരുന്നു MLA ഓഫീസിൽ വിവരം കിട്ടിയത്. വരും, വോട്ട് ചെയ്യുമെന്ന സൂചന മാത്രമായിരുന്നു കിട്ടിയിരുന്നത്. പോലീസും വിവരങ്ങൾ അറിഞ്ഞിരുന്നു, സുരക്ഷ ശക്തമാക്കി. ബംഗളൂരിൽ നിന്ന് കോയമ്പത്തൂർ എത്തി അവിടെ നിന്ന് പാലക്കാട് സുഹൃത്തിന്റെ വീട്ടിലെത്തിയെന്നാണ് ലഭ്യമായ വിവരം. MLAയുടെ വാഹനം അവിടേക്ക് വരുത്തി വോട്ട് ചെയ്യാമെന്നു. 3 ദിവസം മുൻപ് വരെ പോലീസ് അന്വേഷണ സംഘം രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയതോടെ അത് നിർത്തി. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തുമ്പോൾ ഇനി എന്താണ് MLAയുടെ അടുത്ത നീക്കങ്ങൾ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഇനി ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനം കൂടി അറിഞ്ഞിട്ടായിരിക്കാം രാഹുലിന്റെ അടുത്ത നീക്കങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും SITയുടെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണമൊക്കെ ആസ്ഥാനത്തായി രാഹുൽ മങ്കുടത്തിൽ MLA അവരുടെ മൂക്കിന് തുമ്പത്തുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇതുവരെ അവർക്കത് രാഹുലിനെ പിടികൂടാൻ സാധിച്ചില്ല എന്നത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മുഖ്യമന്ത്രി സംരക്ഷണം ഒരുക്കുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്നു. ഇതിന്മേലുണ്ടായ വാദപ്രതിവാദങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതായത് ഒരു വശത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് മുഖ്യമന്ത്രിക്കും പോലീസിനും അറിയാം രാഹുൽ മങ്കൂട്ടത്തിൽ എവിടെയാണ് എന്ന്, പക്ഷെ അവരത് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. മറുഭാഗത്ത് അത്തരത്തിലുള്ള ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ അടുത്ത നീക്കങ്ങൾ എന്താണ്, ഇന്ന് വീട്ടിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. വീട്ടിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും വീടിനും സുരക്ഷ ഒരുക്കുന്നുണ്ട് പോലീസ്. പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസ് നേതാക്കന്മാരെ പ്രതികരണമൊക്കെ ഇന്ന് വരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാർ എന്തൊക്കെയാണ് പ്രതികരിക്കുന്നത്, അവരുടെ പ്രതികരണം എന്താണ് എന്നതും ഏറ്റവും പ്രധാനം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. എന്തായാലും കോൺഗ്രസിലൊരു ഭിന്നതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു വിഷയത്തിൽ രാഹുൽ വിഷയത്തിൽ 2 തട്ടിലായിരിക്കുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം സ്വീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.